എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ഒറ്റ്സുസുചി അവളും അവളുടെ ടീമും ആണെങ്കിൽ ഇപ്പൊ താഴേക്ക് വരികയാണ്. നറൂട്ടോ നൈസായിട്ട് ഇപ്പൊ ബൊറൂട്ടോയോട് പുറത്തേക്ക് പോവാൻ പറഞ്ഞ് അവൻ അങ്ങനെ പിടിച്ചു മാറ്റും. അവിടെ ഉണ്ടായിരുന്ന കാഗാസിനും ഷിനോബികൾക്കെല്ലാം തന്നെ മനസ്സിലാവും അത് വില്ലന്മാരാണെന്ന്. റോക്ലി ആണെങ്കിൽ എടുത്തു ചാടി വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് നറൂട്ടോയുടെ അടുത്തേക്ക് വരും. ഗാറയ്ക്ക് അവളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവളുടെ ആൾക്കാരാണ് ട്രെയിനിൽ വന്ന് അവൻ അറ്റാക്ക് ചെയ്തതെന്ന്. നറൂട്ടോ ചോദിക്കും, നിങ്ങൾ കാഗുയയുടെ അസിസ്റ്റൻസ് ആണോ? അതിനവർ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. ഉടനെ ആ ഡോക്ടർ ആണെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളൊക്കെ ആരാ? എന്തിനാ ഇവിടേക്ക് വന്നേ? നിങ്ങൾ ഇപ്പൊ തന്നെ പുറത്തേക്ക് പോകണം. ഞാനിവിടെ എന്റെ നിഞ്ച ടൂളിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ കട്ടാസ്കി ഒരു കാരണവശാലും അവരുടെ അടുത്തേക്ക് പോവരുത്. അവനത് പറഞ്ഞു തീർക്കുമ്പോഴേക്കും കെറ്റ്സുകി ആണെങ്കിൽ വലിയൊരു പവർ എടുത്ത് തറയിൽ ആഞ്ഞൊരടി. ആ ഒരു അടിയില് ഡോക്ടറും അവന്റെ അസിസ്റ്റന്റും അങ്ങനെ തെറിച്ചു പോവാണ്. നറൂട്ടോ ആണെങ്കിൽ ബൊറൂട്ടോയെ ഹോൾഡ് ചെയ്ത് പിടിക്കും. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും ഇപ്പൊ ഒച്ച വെച്ച് നിലവിളിച്ച് കരഞ്ഞ് ഓരോ ഭാഗത്തേക്ക് ഓടുകയാണ്. ആ ബിൽഡിംഗ് മുഴുവൻ പതിയെ പതിയെ ഇടിഞ്ഞു വീഴാനായിട്ട് ആരംഭിക്കും. കാക്കാഷി ടെൻഷനായി ഇപ്പൊ അവിടെയുള്ള ജനങ്ങളെ അവർ രക്ഷിക്കാൻ തുടങ്ങും. അപ്പോൾ ഷിനോബി ചോദിക്കും, ഇനി ചൊനിൻ എക്സാം അത് നടക്കില്ലേ? അതിന് കാക്കാഷി ദേഷ്യപ്പെട്ട് പറയും, എത്രയും പെട്ടെന്ന് ജനങ്ങളെ രക്ഷിക്കുക. എക്സാമിന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം. അപ്പോ ഒരു വലിയ ബിൽഡിങ് അതങ്ങനെ തകർന്ന് ഓഡിയൻസിന്റെ നേർക്ക് അങ്ങനെ വീഴുകയാണ്. അത് കണ്ട സാക്കുറ അവള് കൈ കറക്കി ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയില് ഇപ്പൊ ആ ബിൽഡിങ് തവിട് പൊടിയാവും. ടമരി ആണെങ്കിൽ ആ ബിൽഡിങ്ങുകളുടെ പാർട്സ് മുഴുവൻ ഓരോരോ ഭാഗത്തേക്ക് ചവിട്ടി ചവിട്ടി തെറിപ്പിക്കും. മറ്റൊരു ഭാഗത്ത് ഗാറയും ഇപ്പൊ ജനങ്ങളെ രക്ഷിക്കുകയാണ്. ഷിങ്കി ആണെങ്കിൽ ഗാറയുടെ അടുത്തേക്ക് വരും. പപ്പ എന്തു പറ്റി? എന്താ ഇവിടെ നടക്കണേ? അതിന് ഗാറ പറയും, അവർ ഈ വില്ലേജും നമ്മളെ പോലുള്ള ഷിനോബികളെയും നശിപ്പിക്കാനാണ് ഇവിടേക്ക് വന്നത്. അത് കേൾക്കേണ്ട താമസം ഷിങ്കി അവനവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ പോവാൻ തയ്യാറെടുക്കും. ഗാറയാണെങ്കിൽ അവന്റെ കൈ പിടിച്ചു പറയും, ദയവ് ചെയ്ത് നീ അവരുടെ അടുത്തേക്ക് പോവരുത്. അവരുടെ പവറിന് മുൻപിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നീ ഇപ്പൊ ചെയ്യേണ്ടത് ഇവിടെയുള്ള ജനങ്ങളെ അവരെ സേഫായി പുറത്തേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് നമ്മുടെ സ്റ്റുഡൻസിനെ ഓരോരുത്തരായിട്ട് കാണിക്കും. അവരെല്ലാവരും പറ്റും പോലെ ജനങ്ങളെ എല്ലാം സേവ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. സാറയുടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപാട് പേരെ രക്ഷിച്ച് പുറത്തേക്ക് വരുമ്പോഴായിരിക്കും അതിലൊരു വില്ലൻ. അവനിപ്പോ സാറയുടെ അറ്റാക്ക് ചെയ്യാൻ അവളുടെ നേർക്ക് എടുത്തു ചാടും. കറക്റ്റ് ടൈം സാസുക അവൻ സാറയെ പിടിച്ചു വലിച്ച് അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കും. കട്ട് ചെയ്ത ഇവിടെ നറൂട്ടോ അവനാണെങ്കിൽ ബൊറൂട്ടോയെ സേഫ് ആയിട്ട് പിടിച്ചിരിക്കുകയാണ്. ബൊറൂട്ടോ, നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോണം. പക്ഷെ ബൊറൂട്ടോ അവൻ പോവാതെ പപ്പയുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. അപ്പ ആ വില്ലൻ അവനങ്ങനെ എടുത്തു ചാടി വന്ന് നറൂട്ടോയെ ചവിട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. ചവിട്ട് കിട്ടിയ ഫോഴ്സില് നറൂട്ടോ തെറിച്ചു വീഴും. ബൊറൂട്ടോ ആണെങ്കിൽ ആ വില്ലനെ കണ്ട് പേടിക്കും. ഉടനെ ബൊറൂട്ടോ അവൻ ആ നിഞ്ച ടൂൾ എടുത്ത് ആ വില്ലനെ അറ്റാക്ക് ചെയ്യാണ്. ലൈറ്റ്നിങ് പവർ, ഫയർ പവർ എന്നിങ്ങനെ ഒരുപാട് പവർ ഉപയോഗിച്ച് അവൻ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ആ വില്ലൻ അവൻ സിമ്പിൾ ആയിട്ട് കൈ നീട്ടി അവന്റെ കയ്യിലുള്ള റെനീങ്ക പവർ അതുപയോഗിച്ച് ആ പവറുകളെല്ലാം തന്നെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഇവിടെ മീറ്റ്സിയെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ ഒരു ചെറിയ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി ഒരു ഭാഗത്തേക്ക് വിടും. അപ്പൊ അവൻ കാണും ആ വില്ലൻ അവൻ ബൊറൂട്ടോയുടെ പവറൊക്കെ അബ്സോർബ് ചെയ്ത് ഇപ്പൊ ബൊറൂട്ടോയെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. മീറ്റ്സിയേക്കാണെങ്കിൽ അവന്റെ കൺട്രോൾ പോവും. അവന്റെ സേജ് പവർ അത് ഇത്രയും നാളും അവൻ ആരും അറിയാതെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അവൻ ആ പവർ റിലീസ് ചെയ്ത് ഇപ്പൊ ബൊറൂട്ടോയെ രക്ഷിക്കാൻ അവന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കും. അവൻ ആ പവറായിട്ട് വരെ ആ വില്ലൻ ഒറട്സുകി അവനാണെങ്കിൽ ഇപ്പൊ മീറ്റ്സുകയെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു. അവൻ ക്ലോസ് എത്തുമ്പോഴേക്കും ഒറട്സുകി അവൻ ആ ചക്ര ത്രെഡ് ഉപയോഗിച്ച് ഇപ്പൊ മീറ്റ്സുകയെ പിടിച്ചു വലിക്കും. അതിനുശേഷം അവന്റെ സേജ് പവർ അത് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. ആ ഗ്യാപ്പിൽ നറൂട്ടോ അവൻ ബൊറൂട്ടോയെ സേവ് ചെയ്ത് പുറകിലേക്ക് പോവും. മറ്റൊരു ഭാഗത്ത് സാസുക ഇപ്പോഴും ആ വില്ലനുമായിട്ട് പൊരിഞ്ഞ അട്ടയിടി ഫൈറ്റ്. അവന്റെ മറ്റൊരു കയ്യില് സാറയുടെ സേഫാണ്. ഇവിടെ ഷിക്കമരു അവനവന്റെ ഷാഡോ ജിപ്സ് ഉപയോഗിച്ച് ആ മെയിൻ വില്ലനെ പതിയെ പതിയെ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അടുത്ത നിമിഷം ആ ഒരു വില്ലൻ അവനാണെങ്കിൽ ആ ഷാഡോ പവർ തന്നെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. ഇവിടെ നറൂട്ടോ, ബൊറൂട്ടോ, സാറഡ, സാസുക അവരെല്ലാവരും ഇപ്പൊ ആ വില്ലന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഉടനെ സാസുക പറയും, നറൂട്ടോ ഇവരാ കാഗുയയുടെ ഫോളോവേഴ്സ് ആണ്. നമ്മുടെ ബോഡിയിലുള്ള ചക്ര പവറും നിന്റെ ബോഡിയിലുള്ള നയൻ ടൈലിനും വേണ്ടിയാണ് ഇപ്പൊ ഇവിടേക്ക് വന്നത്. എനിക്ക് കിട്ടിയ ആ സ്ക്രോളിലും അത് തന്നെയായിരുന്നു എഴുതിയിരുന്നത്. ഉടനെ ആ വില്ലൻ പറയും, അതെ, ഞങ്ങൾക്കിപ്പോ ആവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ചക്ര പവറാണ്. കാഗുയ അവള് ബാക്കി വെച്ചിട്ട് പോയ ആ ഡിവൈൻ ട്രീ അത് ഞങ്ങൾക്ക് വീണ്ടും റീബിൽഡ് ചെയ്യണം. ആ ഡിവൈൻ ട്രീ ഉണ്ടാക്കണമെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ചക്ര പവർ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇപ്പൊ അതുള്ളത് നറൂട്ടോ നിന്റെ കയ്യിലാണ്. ആക്ച്വലി നിങ്ങൾക്കൊരു കാര്യം അറിയോ?
കാഗുയ അവൾ ഡിവൈൻ ട്രീയിൽ നിന്നാണ് നിങ്ങളെപ്പോലുള്ള ഷിനോബികളെ ഉണ്ടാക്കിയെടുത്തത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ചക്ര പവർ അതുപോലും ഉണ്ടായത് ഡിവൈൻ ട്രീയിൽ നിന്നാണ്. ആ മരം അത് വീണ്ടും ക്രിയേറ്റ് ചെയ്ത് ഒരു ഇമ്മോർട്ടൽ പവർ അതുണ്ടാക്കിയെടുക്കാനാണ് ഞങ്ങളുടെ ശ്രമം. ആ ഒരു ഇമ്മോർട്ടൽ പവർ ലഭിക്കുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എവിടേക്ക് വേണമെങ്കിലും പോകാൻ കഴിയും. അത് ആക്ച്വലി ഒരു പില്ലാണ്. അത് കിട്ടുകയാണെങ്കിൽ പ്രത്യേകിച്ച് എഫേർട്ടൊന്നും ഇല്ലാതെ പവറുകളെ പല രീതിയിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒറട്സുക്കി അവനാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുകയാണ്. കറക്റ്റ് ടൈമിൽ ഗാറയും ചോച്ചറയും അവർ രണ്ടുപേരും അവിടേക്ക് എത്തി അവനെ തടയും. ആ വില്ലൻ ഉടനെ ഇപ്പൊ ഗാറയെ കണ്ട് ഗാറയുടെ കാര്യങ്ങൾ ഒന്നൊന്നായി മണി പോലെ പറയാൻ തുടങ്ങും. നീ ആ സാൻഡ് വില്ലേജിലെ കസികാഗയല്ലേ? എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. നിനക്ക് സാൻഡ് പവറാണ്. ആ ഗാർഡ് നീ ഇപ്പൊ ഗ്രാമത്തിൽ വെച്ചിട്ടാണ് ഇവിടേക്ക് വന്നത്. നിന്റെ വളർത്തു മകന്റെ ജൂനിയർ എക്സാം കാണാനായിട്ട്. അത് കേട്ട് ഗാറ ഷോക്കാവും. ഇവനെങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇത്ര കൃത്യമായിട്ട് അറിഞ്ഞു എന്ന് പറഞ്ഞ് ഇപ്പൊ ഗാറ അവനങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കും. അതിനവൻ ചിരിക്കും. ഇതാണ് എന്റെ സ്പെഷ്യൽ എബിലിറ്റി, മറ്റുള്ളവരുടെ സീക്രട്സ് എല്ലാം കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക എന്നത്. നിങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെ പവർ ഉണ്ടെന്ന് ഓൾറെഡി ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവനിപ്പോ ചക്ര ത്രെഡ് അതങ്ങനെ കറക്കി ഗാറയ്ക്ക് നേരെ വലിച്ചടിക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ഓട്ടോമാറ്റിക് ആയിട്ട് അവന്റെ സാൻഡ് പവർ അതിപ്പോ ആ ഒരു ഹുക്കിനെ പ്രിവെന്റ് ചെയ്യാണ്. ഗാറ ദേഷ്യപ്പെട്ടു പറയും, ഇനിയും നിന്റെ ഈ ഒരു പവർ അതെന്റെ മുൻപിൽ വിലപ്പോവില്ല. ഞാൻ ആരാണെന്ന് എനിക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞ് ഗാറ ഇപ്പൊ എടുത്തു ചാടി അവനുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. പക്ഷെ വില്ലനാണെങ്കിൽ ആ ത്രെഡ് ഉപയോഗിച്ച് ഗാറയുടെ സാൻഡ് അത് വലിച്ചെടുത്ത് ചോച്ചിറോയ്ക്ക് നേരെ ആഞ്ഞടിക്കും. ചോച്ചിറോ അവന്റെ സ്ക്വാഡ് വെച്ച് അത് തകർത്ത് കളയും. പക്ഷെ എന്താ, ചോച്ചിറയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്ക്വാഡ് അത് രണ്ടായിട്ട് ഒടിഞ്ഞു പോവാണ്. ചോച്ചിറ വിട്ടുകൊടുക്കില്ല. അവൻ പതിയെ ഇപ്പൊ വാട്ടർ സ്റ്റൈല് അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. ഗാറയാണെങ്കിൽ നിലത്ത് വീണ ഒരു മണ്ണിന്റെ പീസ് അതങ്ങനെ അവന്റെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. വില്ലനാണെങ്കിൽ വീണ്ടും ആ ത്രെഡ് വെച്ച് അറഞ്ചം പുറഞ്ചം വീശും. കട്ട് ചെയ്താ ഇവിടെ നറൂട്ടോയുടെ മുൻപില് ആ രണ്ട് വില്ലന്മാര് അവരാണെങ്കിൽ ഇപ്പൊ സാസുകയും നറൂട്ടോയും വെല്ലുവിളിച്ച് മുകളിലേക്ക് പറന്നുയരും. മൊമോസുക ആണെങ്കിൽ ഇപ്പൊ ഒരു പില്ലെടുത്ത് കഴിക്കും. അതിനുശേഷം അവനവന്റെ കൈവച്ച് അബ്സോർബ് ചെയ്തെടുത്ത പവറുകളെല്ലാം ഇപ്പൊ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതേ പവർ ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ അടിക്കാനാണ് അവൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കര കുറ്റബോധം തോന്നും. കാരണം അവൻ ക്രിയേറ്റ് ചെയ്ത പവറുകളാണ് അവൻ അബ്സോർബ് ചെയ്തെടുത്തത്. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ അവൻ ആ പവർ മുഴുവൻ നമ്മുടെ ആൾക്കാർക്ക് നേരെ വലിച്ചെറിയും. അടുത്ത സെക്കൻഡ് നമ്മുടെ ആൾക്കാരുടെ മേലെ പൊട്ടി അങ്ങോട്ട് തെറിക്കും. പക്ഷെ നമ്മുടെ നറൂട്ടോ അവനാൾ ഉഷാറാണ്. കുറാമ പവർ എടുത്ത് ഓരോര ക്രിയേറ്റ് ചെയ്ത് അതിലെല്ലാവരെയും സേഫായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. നറൂട്ടോ നിലവിളിച്ച് പറയും, ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും എന്റെ മക്കളാണ്. അവരുടെ ബോഡിയിൽ ഒരു സ്ക്രാച്ച് പോലും വീഴാൻ ഞാൻ അനുവദിക്കില്ല. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് നറൂട്ടോയുടെ പവർ കാണുന്നത്. കുറാമ പവറൊക്കെ കണ്ട് ബൊറൂട്ടോ ആണെങ്കിൽ അങ്ങനെ ഫ്രീസായി പോവും. സാസുകയാണെങ്കിൽ അവന്റെ സുസാനെ റിലീസ് ചെയ്യും. അതിനുശേഷം കുറാമയെയും സുസാനെയും കമ്പൈൻ ചെയ്ത് അവർ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാണ്. അതേസമയം ഇവിടെയാണെങ്കിൽ ഗാറയും ചോച്ചറയും അവർ മണിക്കൂറുകളോളം നീണ്ട പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. പോരാട്ടത്തിനൊടുവിൽ അവർ രണ്ടുപേരും ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ശ്വാസമൊക്കെ വലിച്ചു നിൽക്കും. ചോച്ചറോ അവന്റെ വാട്ടർ സ്ക്വാഡ് അതുപയോഗിച്ച് ആഞ്ഞു വീശും. പക്ഷെ അവൻ ആ സ്ക്വാഡ് തകർത്ത് ചോച്ചറോയെ തെറിപ്പിക്കും. അതിനുശേഷം ഗാറയുടെ പവറായ സാൻഡ് പവർ അതുപയോഗിച്ച് തന്നെ ഗാറെ അറ്റാക്ക് ചെയ്യാണ്. ഗാറ ഒരു സെക്കൻഡ് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ടൈം അവൻ ഒരുപാട് ചക്ര ത്രെഡ് ഉപയോഗിച്ച് ഗാറെ പിടിച്ച് വലിക്കാൻ ശ്രമിക്കും. പക്ഷെ ചോച്ചിറോ അവൻ കറക്റ്റ് ടൈമിൽ വീണ്ടും വാട്ടർ സ്റ്റൈൽ ഉപയോഗിച്ച് ഇപ്പൊ ഗാറയെ രക്ഷിക്കും. ചോച്ചിറോ ആണെങ്കിൽ അവൻ ക്രിയേറ്റ് ചെയ്ത വെള്ളത്തില് ആ വില്ലനെ ലോക്ക് ചെയ്യും. അതിനുശേഷം റെനീങ്കം പവർ ഉപയോഗിച്ച് ആ ഒരു വെള്ളവും വില്ലനെയും എല്ലാം തന്നെ മറ്റൊരു ഭാഗത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്യാണ്. അപ്പോഴായിരിക്കും ചോച്ചിറോയും ഗാറയും ആ ബാറ്റിൽ പ്ലേസ് ശ്രദ്ധിക്കുക. അവിടെ എർത്ത് സ്റ്റൈൽ, വാട്ടർ സ്റ്റൈൽ, എയർ പവർ അങ്ങനെ എല്ലാ പവറിലും മുകളിലേക്ക് വലിയ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു അറ്റാക്കിന്റെ അവസാനം കുറാമയും സുസാനയും അത് രണ്ടും താഴെ വീണ് കിടക്കുകയാണ്. അവർ വീണ്ടും വീണ്ടും ആ പിൽസ് അത് ഇൻടേക്ക് ചെയ്ത് അവരുടെ പവർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. വില്ലന്മാരൊരു വലിയ പവർ എടുത്ത് നമ്മുടെ ആൾക്കാരെ എയിം ചെയ്ത് കഴിഞ്ഞു. നറൂട്ടോ ആണെങ്കിൽ സേജ് പവറും കുറാമ പവറും കമ്പൈൻ ചെയ്യും. എന്നിട്ട് സാസുവയ്ക്ക് ഒരു പ്രത്യേക സിഗ്നൽ കാണിച്ച് കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറയും. വില്ലൻ ക്രിയേറ്റ് ചെയ്ത വലിയൊരു ബോൾ പോലുള്ള പവർ അതിനെ കുറാമയാണെങ്കിൽ ബ്ലോക്ക് ചെയ്ത് നിർത്തുകയാണ്. നറൂട്ടോ ആണെങ്കിൽ ആ വലിയ പവർ അത് തകരാതെ അതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കും. അപ്പൊ
ബൊറൂട്ടോ അവനിപ്പോ അവന്റെ അച്ഛന്റെ പവർ തിരിച്ചറിഞ്ഞ് ചെറുപ്പകാലമൊക്കെ ആലോചിക്കുകയാണ്. ഹിനട്ടയാണെങ്കിൽ അത് കണ്ട് പേടിച്ച് ഇപ്പോ ഹേമാവരിയെ സാക്കുറയുടെ കയ്യിൽ ഏൽപ്പിക്കും. അതിനുശേഷം ഫുൾ സ്പീഡിൽ ഇപ്പൊ നറൂട്ടോയുടെ അടുത്തേക്ക് ഓടി വരാണ്. നറൂട്ടോ ആണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് ബൊറൂട്ടോ ഒരു നോട്ടം നോക്കും. അടുത്ത സെക്കൻഡ് ആ വലിയ പവർ അതങ്ങനെ പൊട്ടി അങ്ങോട്ട് തെറിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.